ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിന്റെ അത്ര എവിടെയാണ് കഷ്ടത അനുഭവിക്കുന്നത്? ഇവിടെ പാവപ്പെട്ടവരുണ്ട്, അവിടെ ജാതിയും മതവും ഇല്ല. എല്ലാവർക്കും കഷ്ടത അനുഭവിക്കുന്നവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ മതത്തിന്റെ പേരിൽ കഷ്ടത അനുഭവിക്കുന്നതാണ് നാം പാകിസ്ഥാനിൽ കാണുന്നത്. കാരണം ഹിന്ദു മതത്തിലോ ബുദ്ധമതത്തിലോ ജനിച്ചു പോയെന്ന ഒറ്റ കാരണം കൊണ്ട് അവഗണന നേരിടുന്നവരുടെ നാടാണല്ലോ പാകിസ്ഥാൻ. ഇപ്പോൾ അതേ രീതിയിലേക്ക് ബംഗ്ലാദേശും മാറുകയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായി തന്നെ അറിയാം, ലോകരാജ്യങ്ങൾക്ക് കൃത്യമായി തന്നെ അറിയാം. ഇപ്പോൾ ഈ വിഷയം, അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയം ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിക്കും, ഐക്യരാഷ്ട്രസഭയിൽ ചർച്ചയാക്കുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അങ്ങനെ ആ ഒരു ചർച്ച ഉയർന്നു വരുമ്പോൾ അത് പാകിസ്ഥാന് തന്നെയാണ് പ്രതിസന്ധി ഉണ്ടാവുക. പ്രത്യേകിച്ച് നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ അത് പല വിദേശ വേദികളിലും ചർച്ചയാക്കിയത് ആരാണ്? പാകിസ്ഥാനാണ്. അപ്പോഴാണ് പാകിസ്ഥാന്റെ ഈ ഭീകരവാദ മുഖം അഴിഞ്ഞു വീണത്. ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് കടത്തിവിട്ട് മതം ചോദിച്ച് കൊലപ്പെടുത്തിയ, സാധാരണക്കാരായ ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തിയ കഥകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അയോധ്യ പ്രശ്നവും വലിയ രീതിയിൽ ഐക്യരാഷ്ട്രസഭയിൽ ചർച്ചയാക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതും പാകിസ്ഥാന് തന്നെയാണ് തിരിച്ചടി ഉണ്ടാവുക. അവിടെയുള്ള പാകിസ്ഥാനിലെ ന്യൂനപക്ഷത്തെ കുറിച്ചും ചർച്ചയാകും. അങ്ങനെ ചർച്ചയാവുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് പുറത്താകില്ലേ? പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുക ആദ്യം, അല്ലാതെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവരെ ഓർത്ത് കരയുക. ഇന്ത്യക്ക് ഉള്ളിലുമുണ്ട്